ഞാൻ ആദ്യം നമ്മുടെ ഗുരുസ്വാമി ശരത്തിന് രണ്ട് വേടൻ പറയാം, രണ്ട് അസഭ്യം പറയാതെ കരുതി. കാരണം നമ്മൾക്കറിയാം ഇദ്ദേഹം ഇവിടെ വിളിച്ചു വരുത്തി എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, പഞ്ചരത്ന കീർത്തനം. ഇതൊക്കെയാണ് ഇവിടെ പാടിപ്പിക്കേണ്ടത്. ഇതാണോ ഇവിടെ പാടിപ്പിക്കേണ്ടത്? ശരിക്കും അല്ല. ഇവിടെ മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരുത്തനെ കൊണ്ട്, അതല്ലെങ്കിൽ ഒരു ബലാത്സംഗ വീരനെ കൊണ്ട് വന്നിട്ട് അവരുടെ പേര് വേടനോ കാടനോ എന്തോ ആണ്. അദ്ദേഹത്തിന്റെ പരിപാടി ആയിരുന്നെങ്കിൽ ഇന്ന് ഇവിടെയുള്ള ആയിരക്കണക്കിന്, വേണ്ട ഇവിടെ നോക്കൂ, ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ചോറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്, ഭക്ഷണമാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, 1000 പേർക്കുള്ളത്. ഇവിടെ വന്നിട്ടുള്ള ഞാൻ രാവിലെ നോക്കുകയായിരുന്നു, ഏകദേശം 100 കസേരകളാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. പിറകു വശത്ത് ഇഷ്ടംപോലെ കസേരകളുണ്ട്. അപ്പൊ 100-നുള്ളിലുള്ള ആളുകളായിരുന്നു ഇവിടെ രാവിലെ ഉണ്ടായിരുന്നത്. പിന്നീട് കുറച്ച് ആളുകൾ വന്നു. അപ്പൊ വേടന്റെ പരിപാടി ആയിരുന്നെങ്കിൽ ഇവിടെ ഈ പറയുന്ന 1000 മതിയാവില്ല, 10000 മതിയാവില്ല എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോ ജ്ഞാനപ്പാന നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? കൂടെയല്ല ജനിക്കുന്നതും പിന്നെയോ കൂടെയല്ല മരിക്കുന്നതും എന്നൊക്കെ പറയുന്നുണ്ട്. ഈച്ച ചത്ത് പൂച്ചയാവുന്നു അല്ലെ? ഈച്ച ചത്ത് എന്നാൽ അങ്ങനെ ഇട്ട് എന്തായിരിക്കും അവസ്ഥ? അവിടെ എത്തിയിട്ടുണ്ട് അല്ലെ സാറേ? ഒരു ലക്ഷ്മി എന്ന് പറയുന്ന ഒരു റേപ്പോ എന്തോ ആയാലും ജ്ഞാനപ്പാനേനെ വരെ റേപ്പ് ചെയ്തുകൊണ്ട് ഹിന്ദുക്കളെ ഏറ്റവും അധികം വെല്ലുവിളിച്ചുകൊണ്ട് എത്തുന്ന രീതിയിലേക്ക് നമ്മുടെ സമുദായത്തെ, അല്ലെങ്കിൽ നമ്മുടെ ആചാരത്തെ, അനുഷ്ഠാനത്തെ, നമ്മുടെ ഇത്തരത്തിലുള്ള എല്ലാവിധ സംഗതികളും എത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ അതിനെക്കുറിച്ച് പറയുന്ന ഒരു വേദിയിലേക്ക് 4 ആൾക്ക് വരാൻ, നമ്മുടെ വീട്ടിൽ നിന്ന് വരാൻ ഇത്ര ദൂരത്ത് നിന്ന് നോക്കൂ. ഞാൻ ഏകദേശം 130-140 കിലോമീറ്റർ താണ്ടിയിട്ട് മലപ്പുറത്തുനിന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. എനിക്കിവിടെ വരേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പോ രാമസിംഹൻജി ആണെങ്കിലും കൃഷ്ണാജി സാറാണെങ്കിലും അതുപോലെ മോഹൻ സാറാണെങ്കിലും ഇവരുടെയൊക്കെ പ്രസംഗം, അതല്ലെങ്കിൽ ഇവരുടെയൊക്കെ വായിലിരിക്കുന്ന ഈ വാക്കുകൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു മൊബൈലുമായിട്ട് സന്നദ്ധനായി വന്നിട്ടുള്ള ആളാണ് ഞാൻ. ഈ മൊബൈലിലൂടെ ലക്ഷങ്ങൾ അത് കാണുമെന്നുള്ളത് എനിക്കറിയാം. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒട്ടേറെ ആളുകൾ, പുറത്തിറങ്ങിയാൽ കയ്യിൽ ചളിയാവുമോ, അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ഞാൻ നിറം മങ്ങുമോ എന്ന് ചിന്തിച്ച് നടക്കുന്ന മനുഷ്യരുടെ ഈ കാലഘട്ടത്തിൽ ഈ മൊബൈലിലൂടെയെങ്കിലും അല്പം കാണട്ടെ എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ അധിക പ്രസംഗം നടത്തുകയല്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.